ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളേ ഷോപ്പിങ്ങിന് പോയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഓണം ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്രാവശ്യം ബഡ്ജറ്റ് ഇത്തിരി ലോ ആയ കാരണം നമ്മൾ കുട്ടീസിനെ മാത്രമേ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാത്തിനും തൂത്തുവാരി പറക്കി ഞങ്ങൾ ആദ്യം വിട്ടത് സ്റ്റുഡിയോയിലോട്ടാണ് കേട്ടോ. പക്ഷേ സ്റ്റുഡിയോയിൽ ഞങ്ങളിവിടെ ആയിരുന്നു, തൃശ്ശൂരാണ് പോയത്. അപ്പോൾ അവിടുത്തെ സ്റ്റുഡിയോയിൽ നമുക്ക് വിചാരിച്ച പോലുള്ള കളക്ഷൻസ് കിട്ടിയില്ല. സോ ഞങ്ങൾ അവിടെ നിന്ന് ചെറുതിന് മാത്രം എടുത്തിട്ട്, ചെറുതെന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത കൊച്ചിന് മാത്രം എടുത്തിട്ട് ഞങ്ങൾ നേരെ ബാക്ക് ടു മാക്സിലാണ് വന്നത്. മാക്സിൽ വന്നപ്പോൾ വളരെ നല്ല കളക്ഷനായിരുന്നു. ഇപ്പോൾ ഞാൻ കാണിച്ചത് അത് കിഡ്സ് കുഞ്ഞുവാവകളുടെ 6 മാസം 7 മാസമുള്ള കുട്ടികളുടെ സെറ്റിൽ നിന്ന് ഞാനെടുത്ത ടോപ്പാണ് വാവയ്ക്ക്. ഞാൻ കമ്പാരിറ്റീവ്ലി പറയുകയാണെങ്കിൽ എറണാകുളത്തെ കാര്യം നമുക്കറിയത്തില്ല, പക്ഷേ ഞാൻ പോയില്ലായിരുന്നു. ഇവിടെ മാക്സിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് വളരെ നല്ല കളക്ഷൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ അതിൽ നിന്നൊരു 2 പീസ് സെലക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഭാവിക്ക് കാണിച്ചായിരുന്നു കേട്ടോ. പുള്ളിക്കാരിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടോ എന്തോ ഇഷ്ടപ്പെട്ട പോലെ അതും പിടിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ചേട്ടന്മാർ പറയും കുട്ടികളല്ലേ എന്ത് കിട്ടിയാലും കൈ പിടിക്കുക, ചുമ്മാ പറഞ്ഞതാണേ. അങ്ങനെ അവളതും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഭാവിക്ക് ആ ഡ്രസ്സ് എടുത്തു. പിന്നെ ചേട്ടന്മാർക്കും അവിടെ നിന്ന് തന്നെ എടുത്ത. അങ്ങനെ ഞങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിങ് എല്ലാം വളരെ ഭംഗിയായി. പിന്നെ ഞങ്ങളുടെ സെലക്ഷൻ കിങ്ങിണിക്കുള്ള സെലക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടും പോസ്റ്റായി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക തേരാപ്പാര ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. പാപ്പനും മക്കളും കൂടി നടന്ന് എന്താ പറയുക മെൻസ് സെക്ഷൻ കംപ്ലീറ്റ് അവർ തൂത്തുവാരിയിട്ടുണ്ട്. പിന്നെ ചേട്ടന്മാർക്ക് പിന്നെ ബ്രദറിൻ്റെ മൂത്ത ആൾ +1 ആയി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എന്താ പറയുക വലിയ കുട്ടിയായി എന്നുള്ളത് കൊണ്ട് കുറച്ച് ബ്യൂട്ടി കെയറും ഡ്രസ്സിങ്ങിലൊക്കെ വളരെ സെലക്റ്റീവാണ്. ഞാനിപ്പോൾ ഈ കാണിക്കുന്നതാണ് കുഞ്ഞുവാവകളുടെ സെക്ഷൻസ്, 6-7 മാസമുള്ള കുട്ടികളുടെ സെക്ഷൻസാണ്. എനിക്ക് വളരെ ഇഷ്ടം. എനിക്ക് ഏത് എടുക്കണമെന്നുള്ള കൺഫ്യൂഷൻസ് ആയിരുന്നു. നൈസായിരുന്നു കേട്ടോ. മാക്സിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് ചേട്ടന്മാർക്ക് 2 പേർക്കും ഒരാൾക്ക് ഷർട്ടും ഒരാൾക്ക് ബനിയനുമാണ് ഞങ്ങളെടുത്തത്. ഞങ്ങളങ്ങനെ ഫുഡ് വെയറിൻ്റെ സെക്ഷനിൽ വാടിത്തളർന്ന് എന്താ പറയുക ആരെങ്കിലും എന്തെങ്കിലും തരണേന്നും പറഞ്ഞുള്ള രീതിക്ക് ഞങ്ങൾ ഫുഡ് വെയർ സെക്ഷനിലിരിക്കണമായിരുന്നു കേട്ടോ. ഫുഡ് വെയേഴ്സിനും വളരെ നല്ല കളക്ഷൻസാണ്. ഇപ്പോൾ ബോയ്സിനൊക്കെ പറ്റിയ ഡെയിലി വെയറിനൊക്കെ പറ്റിയ ധാരാളം ഫുഡ് വെയേഴ്സുണ്ട്. ചേട്ടൻ പിള്ളേരുടെ പുറകെ നടക്കണത്. അവന്മാർ ഡ്രസ്സ് കൊടുത്തുകൊണ്ട് ഓരോ ഡ്രസ്സ് എടുക്കും, അതിഷ്ടപ്പെട്ടില്ല, അടുത്തെടുക്കും, അതിഷ്ടപ്പെട്ടില്ല. അങ്ങനെ ട്രയൽ റൂമിലൊക്കെ മാറി നടക്കണമായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് അവരുടെ പുറകെ തന്നെ നടക്കുമായിരുന്നു. പാപ്പനും മക്കളും ഒരു കൂട്ടാണേ. ടാറ്റാ ബൈ ബൈ, അത്രയേ ഉള്ളൂ.